വെക്കേഷനിൽ വീണ്ടും ഒരു പുതിയ ദിവസം. പ്രൊഡക്റ്റീവായിട്ട് നമ്മൾ എന്താണ് ചെയ്യുക? ലെറ്റ്സ് സീ. അപ്പോൾ ഇന്നത്തെ മെനു ഗീ റൈസ്, ചിക്കൻ കറി ആൻഡ് പാസ്ത. അരി കുതിരാൻ വെള്ളത്തിട്ട് വെച്ചു. ശേഷം ഇഞ്ചി വെളുത്തുള്ളിയെല്ലാം ചതച്ചെടുത്തു. ഗ്രാമ്പു, പട്ട, ഏലക്ക, പെരിഞ്ചീരകം എന്നൊക്കെ സെറ്റാക്കി വെച്ചു. കല്ലിൽ ചതച്ചെടുത്തു. ഞാൻ കുക്കിംഗ് ചെയ്യുമ്പോൾ എനിക്ക് മിക്സി യൂസ് ചെയ്യുന്ന ശീലമില്ല, എല്ലാം ഞാൻ ചതച്ച് തന്നെ എടുക്കാറുള്ളൂ. അപ്പോൾ ചൂടായ ഉരുളിയിലോട്ട് ഞാൻ നമ്മുടെ ജിഞ്ചർ ഗാർലിക് സാധനവും ഉള്ളിയൊക്കെ ഇട്ട് വഴറ്റി. ഇതേസമയം അപ്പുറത്തടുപ്പിൽ നമ്മുടെ ഗീ റൈസിനുള്ള അരിയും റെഡി ആവുന്നുണ്ട്. സോ അതിലേക്ക് ഞാൻ അരിന്ന് തൊട്ട് മുകളിലെ ലെവലിൽ വെള്ളം നിൽക്കുന്ന പോലെ ഒഴിച്ചു. അതിനുശേഷം അതിൽ വേണ്ടുന്ന ഗ്രാമ്പൂ, പട്ട, ഏലക്കയൊക്കെ ഇട്ടു. കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു. ഗീ റൈസിൽ നെയ്യില്ലാതെ പിന്നെ എന്താ ആഘോഷം. കറിക്ക് വേണ്ടുന്ന മസാലയിലേക്ക് മുളകും മല്ലിയൊക്കെ കുഴച്ചെടുക്കാൻ വേണ്ടി ഞാൻ സെറ്റാക്കി. ഉപ്പ് കൃത്യമായിട്ട് കിട്ടാൻ വേണ്ടി ഞാൻ അതിൻ്റെ ഒപ്പം തന്നെയാണ് ആഡ് ചെയ്യാറുള്ളത്. അത് വെള്ളം ഒഴിച്ചും കൂടെ മിക്സ് ചെയ്തെടുത്തു. ചട്ടിയിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു. അതൊന്ന് സെറ്റ് ആകുമ്പോഴത്തേന് നമുക്ക് നമ്മുടെ ചിക്കനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ചിക്കൻ മുഴുവനായി ഇട്ടതിന് ശേഷം അധികം കേടുപാടുകൾ പറ്റാത്ത രീതിയിൽ ഇളക്കി കൊടുക്കുക. നമ്മുടെ ഗീ റൈസ് സെറ്റായിട്ടുണ്ട്. കുറച്ച് ഗീ ഒഴിച്ചിട്ട് നമുക്ക് മാറ്റി അങ്ങോട്ട് വെക്കാം. അയ്യോ, കറി അങ്ങോട്ട് തിളച്ചു. നല്ല മണവും സൗണ്ടും. ഹിയർ വി ഗോ ഫോർ ദി പാസ്ത. വെള്ളവും കുറച്ച് നെയ്യ് ഒഴിച്ചു വെച്ചു, പാസ്ത വേവാൻ ഒട്ടാതെ. കുറച്ച് ബോൺലെസ് ചിക്കന് ഞാൻ വേവിച്ച് പിച്ചിട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഒപ്പം എൻ്റേതായ രീതിയിലാണ് ഞാൻ പാസ്ത ഉണ്ടാക്കാറ്, അതായത് കുറച്ച് ഇന്ത്യൻ ടച്ചും കൂടി. സോ ഇഞ്ചി, വെളുത്തുള്ളി, സവാള, പിന്നെ പെരിഞ്ചീരകം, കുരുമുളക്, ഗ്രാമ്പു, പട്ട ഇതൊക്കെ ചതച്ചിട്ടാണ് ഞാൻ ഇട്ടാറ്. കുറച്ച് വൈറ്റ് സോസി രീതി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കോൺഫ്ലവർ മിക്സ് ചെയ്ത് ആഡ് ചെയ്യുന്നുണ്ട്. എന്നാലേ നമുക്ക് ആ ഒരു പാസ്തയുടെ കൺസിസ്റ്റൻസി കിട്ടത്തുള്ളൂ. അതങ്ങോട്ട് സെറ്റായി വരുമ്പോൾ നമുക്ക് ചിക്കനും പാസ്ത അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇളക്കി നശിപ്പിക്കാതിരിക്കാൻ നമ്മൾ ചട്ടും കൊണ്ട് ജസ്റ്റ് അങ്ങോട്ട് മറിച്ചിട്ട് കൊടുത്താൽ മതി. പ്രൊഡക്റ്റീവ് ഡേയിലെ അടുത്ത ഡിഷുമായ പാസ്തയും റെഡി ആയിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ ഞങ്ങളെല്ലാം കഴിച്ചു. അങ്ങനെ ദിവസം അവസാനിച്ചു. സോ ഹasta la vista.